പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നൊരു പാഠം കൂടിയുണ്ട്. അതായത് ചോദ്യം ചോദിക്കുന്നവരായിട്ട് മാറണമെന്നുള്ളത്. ഈശോയെ ദേവാലയത്തിൽ 3 ദിവസം അന്വേഷിച്ചിട്ട് കണ്ടെത്തി കഴിയുമ്പോൾ പരിശുദ്ധ അമ്മ ഈശോയോട് ചോദിക്കുന്നുണ്ട്, മകനെ, നീ ഇങ്ങനെ ഞങ്ങളോട് ചെയ്തത് എന്ത്? നിന്റെ പിതാവും ഞാനും നിന്നെ അന്വേഷിക്കുകയായിരുന്നു എന്ന് ചോദ്യം ചോദിക്കുകയാണ്. ഈശോയെ അങ്ങനെ തന്നെയായിരുന്നു. ജെറുസലേം ദേവാലയത്തിൽ നാണയം മാറ്റിക്കൊണ്ടിരുന്ന ചെങ്ങാലികളെയും പ്രാവുകളെയൊക്കെ വിറ്റുകൊണ്ടിരുന്നവരെ ചാട്ടവാറടിച്ച് പുറത്താക്കി ചോദ്യങ്ങൾ ചോദിച്ചവനായിരുന്നു ഈശോ. തിന്മയ്ക്കെതിരെ ശബ്ദിച്ചവനായിരുന്നു ഈശോ. ഇതുപോലെ നമ്മളും ചോദ്യം ചോദിക്കുന്നവരായിട്ട് മാറണം. പരിശുദ്ധ അമ്മ പറയാണ്, സാത്താന്റെ തല തകർക്കുന്ന പരിശുദ്ധ അമ്മ പറയാണ്, സാത്താനെതിരെ, അവന്റെ തിന്മകൾക്കെതിരെ ചോദ്യം ചോദിക്കുന്നവരായിട്ട് മാറണം. ഇന്ന് ഭ്രൂണഹത്യകൾ പെരുകി വരാണ്, ഡിവോഴ്സുകൾ പെരുകി വരാണ്, കഞ്ചാവും MDMAയും മദ്യപാനവും ഒക്കെ പെരുകി വരാണ്, വ്യഭിചാര ആസക്തിയിൽ മുഴുകി ജീവിക്കുന്നവര് പെരുകി വരാണ്, മത തീവ്രവാദികൾ പെരുകി വരാണ്. ചോദ്യങ്ങൾ ചോദിക്കണം. തെറ്റായിട്ടുള്ളവയ്ക്കെതിരെ ശബ്ദമുയർത്താനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്ന് മെസ്സേജ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യണം, പരിശുദ്ധ അമ്മേ, സാത്താനെതിരെ പോരാടാൻ ഞങ്ങൾക്ക് കരുത്തേകണമേ എന്ന്. ഈശോ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ.